ഇന്ന് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതിൽ എനിക്കാണെങ്കിലും സന്തോഷമുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പലതരത്തിലുള്ള ആഡംബര യാത്രകളും എനിക്ക് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഇന്ന് പുള്ളി വന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. ഇവിടെ ആലപ്പുഴ കാർമൽ ഗ്രൗണ്ടിൽ പുള്ളി വന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അത് ഞാനിപ്പോ ഇതിന്റെ ഒപ്പം ചേർക്കാം. അപ്പൊ അതിന്ന് വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ആലപ്പുഴയിൽ പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. വളരെ മനോഹരമായ ഒരു ദ്വീപാണ്. ആ ദ്വീപിലേക്കുള്ള ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ബോട്ടും ജങ്കാറും മാത്രമായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഏകദേശം 50 വർഷമായിട്ടുള്ള സ്വപ്നമാണ് സാക്ഷാത്കാരമായിരിക്കുന്നത്. കാരണം അവരുടെ യാത്ര വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പെരുമ്പളം ദ്വീപിൽ പോയിട്ടുള്ള ദ്വീപ് ഏകദേശം 10,000 അതിനടുത്ത് ആൾക്കാർ താമസിക്കുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൗകര്യം കൊണ്ടുവന്നപ്പോൾ ഏകദേശം 105 കോടി രൂപ എന്തോ മുടക്കിയിട്ടാണ് ഈ പാലം പണിതിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്ന ഒരു 10,000 പേരടങ്ങുന്ന അല്ലെ 10,000 ആ റേഞ്ചേ ഉള്ളൂ. ആ റേഞ്ചിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം അവർ അത്രത്തോളം ബുദ്ധിമുട്ടിയ ഒരു സംഭവമാണ്. ഈ ജങ്കാറും അതുപോലെ തന്നെ ബോട്ടും ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് കാണത്തില്ല. ആ സമയത്ത് അവിടെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നാൽ പോലും അവരെയും കൊണ്ട് ഇക്കരെ എത്താനായിട്ട് അവർക്ക് അവരുടെ ചെറു വള്ളങ്ങൾ മാത്രമേ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. അത് കായലിന്റെ കുറുകെ ഇത്രയും തുഴഞ്ഞു നീങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവരുടെ ഒരു 50 വർഷമായിട്ടുള്ള അവർക്ക് ഏക ആശ്രയം 50 വർഷമായിട്ടുള്ള ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സാധ്യമായിരിക്കുന്നത്. ഇനി അവർക്ക് ഒന്നും തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ സ്വന്തം വണ്ടിയിൽ അക്കരയ്ക്ക് ഇക്കരയ്ക്കും പോകാൻ പറ്റുന്ന ഒരു സൗകര്യം വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള അത്യാവശ്യം 3-4 പാലത്തോളം ഇന്നത്തെ ഉദ്ഘാടനം വരെ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കനാലിന്റെ കൊമ്മാടി എന്ന് പറയുന്ന സ്ഥലത്ത് കനാലിന്റെ കുറുകെയുള്ള റോഡുകളും ഒക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സർക്കാരിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടിയാണ് കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത്. എന്തായാലും ആ പാലത്തിന്റെ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം. അതേപോലെ നമ്മുടെ CM വന്ന് ഇറങ്ങുന്നതിന്റെ ആ ദൃശ്യങ്ങളും കൊടുക്കാം.